പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഒടുവിൽ രാജിക്കത്ത് കൊടുക്കുന്നതിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് എത്തിയിരിക്കുകയാണ് അലിഗയിലേക്ക് കൺമണി. എന്നാൽ ഇതേ സമയം വിജയിച്ചതിന്റെ ആഹ്ലാദം പങ്കുവയ്ക്കുന്ന ക്രിഷ് കൺമണിയുടെ ഡിസൈനാണ് ഈ ഒരു അച്ചീവ്മെന്റ് കിട്ടാൻ കാരണമായത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നുണ്ട് എന്ന് കൺമണിയോട് പറയുകയും ഈ വിജയം അലിഗയുടേതല്ല, മറിച്ച് കൺമണിയുടേതാണ്. കൺമണി ഒരാൾ കാരണമാണ് ഈ കാര്യമെല്ലാം കൃത്യമായി നടന്നത്. അല്ലെങ്കിൽ ഒരിക്കലും കാര്യങ്ങൾ നടക്കുകയില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൺമണിയെ ഓർത്ത് ഒരുപാട് സന്തോഷമാണ് എനിക്കുള്ളത്. കൺമണിയെ പോലെയുള്ള ആളുകളാണ് മുന്നിലേക്ക് കടന്നു വരേണ്ടത്. ഞാൻ എല്ലാവരുടെയും മുൻപിൽ വെച്ച് കൺമണിയെ അഭിനന്ദിക്കുകയാണ് എന്ന് ക്രിഷ് പറയുന്നു. ഇത് കേൾക്കുന്ന കൺമണി, ക്രിഷ് സാർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എന്താണ് കൺമണി, പറയൂ. എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ പറയാം. ഇന്ന് നിന്റെ ദിവസമാണ്, നിന്റെ മാത്രം ദിവസം. ഇത് കേട്ടതിനെ തുടർന്ന്, അല്ല കൃഷ് സാർ, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പ്രൈവറ്റ് ആയിട്ടാണ് പറയാനുള്ളത്. അത് മറ്റുള്ളവർ കേൾക്കുന്നത് എനിക്കിഷ്ടമല്ല. ഒടുവിൽ കൃഷ്, എന്നാൽ കൺമണി എൻ്റെ ക്യാബിനിലേക്ക് വരൂ, നമുക്ക് അവിടെ ഇരുന്ന് സംസാരിക്കാം. എന്ത് പ്രശ്നമുണ്ടെങ്കിലും നമുക്കത് സംസാരിച്ച് തീർക്കാമല്ലോ. വരൂ കൺമണി എന്ന് പറഞ്ഞ കൺമണിയെയും കൊണ്ട് കൃഷ് റൂമിലേക്ക് പോവുകയാണ്. അവിടെ വെച്ച് കൺമണിയോട് എന്താണ് കൺമണിക്ക് പറയാനുള്ളത്, കൺമണി കാര്യങ്ങൾ വ്യക്തമാക്കൂ എന്ന് പറഞ്ഞതിനെ തുടർന്ന്, ഞാൻ രാജിവെക്കുകയാണ് സാർ എന്ന് വ്യക്തമാക്കുന്ന കൺമണി രാജിക്കത്ത് നൽകുന്നു. ഇതോടെ ആ കത്ത് വാങ്ങുന്ന കൃഷ്, എന്താണ് ഇത് എന്ന് ചോദിച്ചതിനെ തുടർന്ന്, ഇതെന്റെ രാജിക്കത്താണ്. ഇന്നു മുതൽ ഞാൻ ഇനി ഈ കമ്പനിയിലേക്ക് വരികയില്ല. ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിലെ ലാസ്റ്റ് ദിവസമാണ് അലിഗയിൽ. ഈ കാര്യം കേട്ട് കൃഷ് ആകെ ഞെട്ടിപ്പോയിരിക്കുകയാണ്. ഒരിക്കലും ഇങ്ങനെ ഒരു കാര്യം കൃഷ് വിചാരിച്ചിരുന്നില്ല. എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് കാര്യങ്ങൾ മാറി മറിഞ്ഞത് എന്ന് ആലോചിക്കുന്ന കൃഷ്, ഇതുപോലൊരു മാറ്റം സംഭവിക്കും എന്ന് ഞാൻ ജീവിതത്തിൽ കരുതിയിരുന്നില്ല എന്ന് അറിയിച്ചിരിക്കുകയാണ്. ഇത് കേൾക്കുന്ന കൺമണി, ഞാനും ഇങ്ങനെ പ്രതീക്ഷിച്ചിരുന്നില്ല കൃഷ് സാർ. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം ചെയ്യുന്നതിൽ എനിക്കും വളരെയധികം വിഷമമുണ്ട്. ഇത് കേൾക്കുന്ന കൃഷ്, എന്തിനാണ് കൺമണി രാജിവെക്കുന്നത്? രാജിവെക്കേണ്ട എന്ത് കാര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടായോ ഇവിടെ നിന്ന്? ഉണ്ടെങ്കിൽ പറയൂ, നമുക്കതിനുള്ള പരിഹാരവും കണ്ടെത്താൻ സാധിക്കും. ഞങ്ങളൊക്കെ ഇവിടെ ഇല്ലേ? യാതൊരു പ്രശ്നവുമില്ലാതെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ സഹായിക്കാം. ഇത് കേട്ടതിനെ തുടർന്ന്, കാര്യങ്ങളിൽ യാതൊരു പ്രശ്നവും ഇല്ല എന്നും ഇവിടെ എനിക്ക് വളരെ സന്തോഷകരമായ ദിവസമാണ് ലഭിക്കുന്നത് എന്ന് കൺമണി സമ്മതിക്കുകയും ചെയ്തിരിക്കുകയാണ്. ഇത് കേട്ടതിനെ തുടർന്ന് കൃഷ്, പിന്നെ എന്തിനാണ് കൺമണി ഇങ്ങനെയൊരു തീരുമാനമെടുത്തത് എന്ന് എനിക്ക് മനസ്സിലായില്ല. കൺമണി, ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തുറന്നു പറയൂ. ഫിനാൻഷ്യലാണ് എങ്കിൽ നമുക്ക് അങ്ങനെയും ചെയ്തു തീർക്കാൻ സാധിക്കും. പക്ഷേ ഇത് കേൾക്കുന്ന കൺമണി, അങ്ങനെയല്ല കൃഷ് സാർ, ഫിനാൻഷ്യലായിട്ടുള്ള ഒരു പ്രോബ്ലം അല്ല ഇത്. ഇതിന് പിന്നിൽ മറ്റു കാരണങ്ങളാണ് ഉള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന്, എന്ത് കാര്യമാണ് ഉള്ളത്? അറിയാൻ എനിക്കും താല്പര്യമുണ്ട്. കൺമണി പറയൂ. സാർ, എൻ്റെ ചേട്ടൻ കാരണമാണ് ഞാനിപ്പോൾ ഈ ജോലി രാജിവെക്കുന്നത്. ചേട്ടൻ വർക്ക് ചെയ്യുന്നത് PR ഗ്രൂപ്പിലാണ്. മാത്രവുമല്ല, മനോജ് ചേട്ടൻ ഒരു വാക്ക് കൊടുത്തിട്ടുണ്ട്, അവിടെ എന്നെ PR ഗ്രൂപ്പിലേക്ക് കൊണ്ടുപോകാമെന്ന്. ഈ കാര്യം പറഞ്ഞ് വീട്ടിൽ പ്രശ്നങ്ങളും ഉണ്ടായി. വീട്ടിലെ സമാധാനമല്ലേ ഏറ്റവും വലുത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അലിഗയിൽ നിന്ന് റിസൈൻ ചെയ്യുന്നതിനായുള്ള തീരുമാനമെടുത്തത്. ഇത് കേൾക്കുന്ന കൃഷാകെ ഞെട്ടിപ്പോവുകയും, അപ്പോൾ PR ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനാണോ
നീ തീരുമാനം എടുത്തിരിക്കുന്നത് എന്ന് ചോദിക്കുകയും ചെയ്യുന്നു. ഇതോടെ മറ്റു മാർഗങ്ങളൊന്നും തന്നെ എൻ്റെ മുൻപിലില്ല. അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെയൊരു തീരുമാനം എടുക്കേണ്ടതായി വന്നത്. ആലിയ ഡിസൈൻസിനെ ചതിക്കണമെന്ന് ഞാൻ ഒരിക്കലും കരുതിയിരുന്നതല്ല. പക്ഷേ നിവൃത്തികേടാണ്, ഒഴിഞ്ഞു മാറാൻ പറ്റാത്ത അവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. ക്രിസ് സാർ ഒന്നും മനസ്സിൽ വെക്കരുത്. മാത്രവുമല്ല, എൻ്റെ വിവാഹം കഴിക്കാൻ പോകുന്ന വരുണിനും ഞാൻ ഇവിടെ ജോലി ചെയ്യുന്നതിൽ ഒട്ടും തന്നെ താല്പര്യമില്ല. റിസൈൻ ചെയ്തു വരണം എന്ന് അവനും എന്നോട് ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ഞാൻ എങ്ങനെയാണ് പിടിച്ചു നിൽക്കുക? ക്രിഷ് സാർ എന്നെ പറയൂ. ഇത് കേട്ടതിനെ തുടർന്ന് ക്രിഷ് ആകെ പകച്ചു പോയിരിക്കുകയാണ്. കൺമണി കൂടി ഈ ഓഫീസിൽ നിന്ന് പോയാൽ എന്താകും അവസ്ഥ? കൺമണി കാരണമാണ് ഇപ്പോൾ നല്ല ഡിസൈനുകൾ ഉണ്ടാകുന്നത്. അങ്ങനെയുള്ള കൺമണി കമ്പനി ഉപേക്ഷിച്ച് പോകരുത് എന്ന് വ്യക്തമാക്കുകയാണ് ക്രിഷ്. കൺമണി ഇവിടെ ഉള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു ധൈര്യമാണ് എന്നത് സത്യം തന്നെയാണ്. കൺമണിയെ പോലെ ഉള്ളവർ വളരെ മികവുറ്റവരാണ്. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് കൺമണിയെക്കുറിച്ച് ആലോചിക്കുമ്പോഴുള്ള സന്തോഷം. എന്നാൽ ക്രിഷ് സാർ, ഇതൊക്കെ എനിക്ക് മനസ്സിലാകും. പക്ഷേ വീട്ടിലെ സമാധാനമല്ലേ ഏറ്റവും വലുത്? അത് നഷ്ടപ്പെടുത്തിയിട്ട് എന്ത് കാര്യമാണ്? ഇപ്പോൾ വീട്ടിൽ കലഹം മാത്രമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് യാതൊന്നും ചെയ്യാൻ തോന്നുന്നുമില്ല. ഇത് കേൾക്കുന്ന ക്രിഷ്, തൽക്കാലത്തേക്ക് മടങ്ങിപ്പോയിക്കൊള്ളൂ. യാതൊരു തീരുമാനവും ഇപ്പോൾ എടുക്കേണ്ട. ഞാൻ എന്തായാലും ഡാഡിയോട് ഒന്ന് സംസാരിച്ചിട്ട് ബാക്കി കാര്യം അറിയിക്കാം എന്നുള്ള തീരുമാനം പറയുകയും ചെയ്തിരിക്കുകയാണ്. ഈ കാര്യം കേട്ടതിനെ തുടർന്ന് ഒടുവിൽ തൽക്കാലത്തേക്ക് അവിടെ നിന്ന് പോകാൻ കൺമണി തയ്യാറാകുന്നു. ഇതോടെ സാഗറിനോടും ദേവ്ജിയോടും കൺമണിയുടെ തീരുമാനത്തെ പറ്റി അറിയിക്കാൻ ക്രിഷ് തയ്യാറായി മുന്നിലേക്ക് വരികയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.